തലസ്ഥാനത്തെ സർക്കാർ ആശുപത്രിയിൽ നൽകിയ ഗുളികയിൽ മുട്ടുസൂചി കണ്ടെത്തിയ സംഭവത്തിൽ നടപടിയുമായി ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ പരാതിക്കാരിയുടെ മൊഴിയെടുത്തു. മുട്ടുസൂചിയും ക്യാപ്സൂളും വിശദ പരിശോധനയ്ക്കായി ശേഖരിച്ചു. ജനൻ TV വാർത്തയെ തുടർന്നാണ് ഈ നടപടി. വിവരങ്ങളുമായി പ്രജിത് മോഹനും ചേരുന്നു. പ്രജിത്ത്, കഴിഞ്ഞ ദിവസമാണ് സർക്കാർ ആശുപത്രിയിൽ വിതരണം ചെയ്ത ഗുളികയ്ക്കുള്ളിൽ മുട്ടുസൂചി കണ്ടെത്തുന്നത്. വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു സംഭവമായിരുന്നു ഇത്. ജനൻ TV വാർത്തയെ തുടർന്ന് ഇക്കാര്യത്തിൽ നടപടിയാകുന്നു. പരാതിക്കാരുടെ മൊഴിയെടുക്കുന്നു. ഈ ഗുളികയുടെ സാമ്പിൾ ശേഖരിച്ച് വിദഗ്ധമായ പരിശോധനയ്ക്ക് വേണ്ടി ആ ഗുളിക കൈമാറുന്നു. കൂടുതൽ വിവരങ്ങൾ പ്രജിത് മോഹൻ. വിനോദ്, വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. കാരണം ആദ്യം ഈ വിവരം നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോൾ നമുക്ക് പോലും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഒരു ആശുപത്രിയിൽ നിന്ന് ഒരു മരുന്ന് വാങ്ങി കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് വാങ്ങിച്ച മരുന്നിനകത്ത് ഒരു ലോഹപദാർത്ഥം ഉണ്ടാകുക എന്ന് പറയുന്നത് തന്നെ വലിയ ഞെട്ടിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഒരാളുടെ ജീവൻ തന്നെ നഷ്ടമായിരിക്കുന്ന രീതിയിൽ ഒരു മുട്ടുസൂചി, ക്യാപ്സൂൾ രൂപത്തിലുള്ള ഗുളികയിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളാണ് എന്നുള്ളത് പറയേണ്ടി വരും. കഴിഞ്ഞ ചൊവ്വാഴ്ച തിരുവനന്തപുരത്തെ വിതുര താലൂക്ക് ആശുപത്രിയിൽ നിന്നും മരുന്ന് വാങ്ങിയ വസന്ത എന്ന് പറയുന്ന ഒരു സ്ത്രീക്കാണ് ഈ രീതിയിലുള്ള ഒരു അനുഭവം ഉണ്ടായത്. വസന്തയ്ക്ക് 3 തരത്തിലുള്ള മരുന്നുകളാണ് നൽകിയത്. അതിൽ സീമോക്സ് 500 എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റിനുള്ള ഒരു ക്യാപ്സൂൾ രൂപത്തിലുള്ള ടാബ്ലറ്റിൽ നിന്നാണ് ഈ ആണി കണ്ടെത്തുന്നത്. ആദ്യം 2 ടാബ്ലറ്റുകൾ വസന്ത കഴിക്കുകയുണ്ടായി. പിന്നീട് വീണ്ടും ഒരു മരുന്ന് കൂടി കഴിക്കാൻ ഒരു ഗുളിക എടുക്കുമ്പോഴാണ് ഇത്തരത്തിൽ ആ ഗുളികയ്ക്കുള്ളിൽ മരുന്നിൻ്റെ അളവ് കുറവാണ് എന്ന് തോന്നിയതും, ഒപ്പം അത് നല്ലപോലെ ഒന്ന് ഞെക്കി നോക്കുമ്പോൾ അതിനുള്ളിൽ എന്തോ ഒരു വസ്തു ഉള്ളതായും വസന്തയ്ക്ക് തോന്നുന്നത്. പിന്നീട് അവർ ക്യാപ്സൂൾ തുറന്ന് പരിശോധിക്കുമ്പോഴാണ് അതിനുള്ളിൽ നിന്ന് ഒരു മുട്ടുസൂചി വസന്തയ്ക്ക് ലഭിക്കുന്നത്. പരിഭ്രാന്തയായ വസന്ത ഉടൻ തന്നെ ഈ വിവരം നാട്ടുകാരെയൊക്കെ അറിയിക്കുന്നു, അവർ പ്രദേശത്തെ ജനപ്രതിനിധികളെയൊക്കെ അറിയിക്കുന്നു. ഈ ജനപ്രതിനിധികളുടെ ഇടപെടലിനെ തുടർന്ന് പഞ്ചായത്തിന്റെ ആരോഗ്യ വിഭാഗത്തിലും ഒപ്പം പോലീസിലും വസന്ത പരാതി നൽകുകയും ചെയ്തു. തുടർന്ന് വസന്തയെ താലൂക്ക് ആശുപത്രിയിലെത്തി ഈ നേരത്തെ കഴിച്ച ഗുളികകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ലോഹവസ്തുക്കൾ ഇവരുടെ ശരീരത്തിനുള്ളിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയുള്ള പരിശോധന നടത്തി. ഭാഗ്യവശാൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് കണ്ടെത്തി. ഒരു പക്ഷേ ആദ്യം എടുക്കുന്നത് ഈ പറയുന്ന രീതിയിൽ ആണി ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു ഗുളികയായിരുന്നെങ്കിൽ അവരുടെ ജീവന് തന്നെ അപകടം ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയേനെ. എന്തായാലും ഭാഗ്യവശാൽ അത്തരം ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല. 3 ഗുളികകളിലാണ് ഈ രീതിയിൽ മുട്ടുസൂചി കണ്ടെത്തിയത്. ഈ ജനൻ TV വാർത്ത പുറത്തു വന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ ആരോഗ്യവകുപ്പ് ഈ വിഷയത്തിൽ ഇടപെട്ടു. ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ നേരിട്ടെത്തി വസന്തയിൽ നിന്ന് മൊഴിയെടുത്തു. തുടർന്ന് വസന്തയുടെ കയ്യിൽ നിന്നും ഈ മുട്ടുസൂചികളും ഒപ്പം ക്യാപ്സൂളുകളും വിദഗ്ധ പരിശോധനയ്ക്കായി വാങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം ഈ മരുന്ന് വിതരണം ചെയ്ത കമ്പനിയോട് വിശദീകരണം തേടിയിട്ടുണ്ട് എന്നുള്ളത് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ അറിയേണ്ടത് ഈ മരുന്നുകൾ, ഈ കമ്പനി വിതരണം ചെയ്ത മരുന്നുകൾ ആർക്കൊക്കെ വിതരണം ചെയ്തിട്ടുണ്ട്, കൂടുതൽ ആളുകളിലേക്ക് ഈ മരുന്ന് എത്തിയിരിക്കാനുള്ള സാധ്യതയുണ്ടോ, അതിനനുസരിച്ചുള്ള പരിശോധനകൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഈ മണിക്കൂറുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ജനൻ TV വാർത്തയെ തുടർന്നാണ് ആരോഗ്യവകുപ്പ് ഈ വിഷയത്തിൽ ഇടപെടുന്നത്. വലിയൊരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഒഴിഞ്ഞു പോയി എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഒരു സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലെ പല കെടുകാര്യസ്ഥതകളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, വീഴ്ചകൾ നമ്മൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത്ര ഭീതിജനകമായ ഒരു വസ്തുത, ഒരു വാർത്ത കുറച്ചു കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ വ്യക്തമാണ്. സർക്കാർ ആശുപത്രി, തലസ്ഥാനത്തെ സർക്കാർ ആശുപത്രിയിൽ നിന്നും വിതരണം ചെയ്ത ഗുളികയ്ക്കുള്ളിലാണ് മുട്ടുസൂചി കണ്ടെത്തിയത്. ഇക്കാര്യത്തിൽ ഈ ഗുളിക വാങ്ങിയ രോഗിയുടെ മൊഴി കൃത്യമായി ആരോഗ്യവകുപ്പ് രേഖപ്പെടുത്തുന്നു. ഗുളികയുടെ സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ജനൻ TV വാർത്തയെ തുടർന്നാണ് ഈ നടപടി ഉണ്ടായത്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും പ്രജിത് മോഹൻ.